കുമാരമംഗലത്ത് അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും ആരോഗ്യനിലയിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു പുരോഗതിയുമില്ല. അതീവ ഗുരുതരാവസ്ഥയാണെന്നാണ് മെഡിക്കൽ സംഘം വിലയിരുത്തുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. കുട്ടിക്ക് സ്വന്തമായി ശ്വാസമെടുക്കാനാകുന്നില്ല. ശരീരത്തിന് ഒരു ചലനവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ദ്രവരൂപത്തിൽ ആഹാരം നൽകുന്നുണ്ടെങ്കിലും അത് പ്രതികരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനയ്ക്കായി മെഡിക്കൽ സംഘം തിരിച്ചിട്ടുണ്ട്. വയറിനും ശ്വാസകോശത്തിനും പരിക്കേറ്റതും നില അതീവ ഗുരുതരമാക്കിയിരുന്നു. മദ്യലഹരിയിൽ മാർച്ച് 27 രാത്രിയാണ് തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി അരുൺ ആനന്ദ് കുട്ടിയെ മർദ്ദിച്ചത്. തലച്ചോറിനുള്ളിൽ കെട്ടിയ രക്തം അടിയന്തര ശസ്ത്രക്രിയയിലൂടെ നീക്കാൻ നോക്കിയെങ്കിലും ആരോഗ്യനില കൂടുതൽ വഷളാവുകയായിരുന്നു. ഇനി പ്രതീക്ഷ വേണ്ടെന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നതെങ്കിലും വിദഗ്ധ സംഘം കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തുടരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് കുട്ടിയെന്നാണ് മെഡിക്കൽ സംഘം വിലയിരുത്തുന്നതും. 3.5 വയസ്സുള്ള ഇളയ കുട്ടിക്കും ഉടുമ്പന്നൂർ സ്വദേശിയായ അമ്മയ്ക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു. കുട്ടികളുടെ ദേഹത്ത് സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതും അടിയേറ്റ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇളയ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് പ്രതിക്കെതിരെ പോക്സോയും ചുമത്തിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിനായി പ്രതി അരുൺ ആനന്ദിനെ വെള്ളിയാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. മുട്ടം ജില്ലാ കോടതിയിൽ നിന്നാണ് പ്രതിയെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇളയ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ച കാര്യം ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഇതിനിടെ വയറിന് വേദന അനുഭവപ്പെട്ട പ്രതിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ഡിവൈഎസ്പി KP ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിലുള്ള 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമെന്ന് തന്നെയാണ് മെഡിക്കൽ സംഘം പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി വിദഗ്ധ മെഡിക്കൽ സംഘം കോട്ടയത്ത് നിന്നും കോലഞ്ചേരിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. അതായത് 7 വയസ്സുകാരന്റെ നിലയിൽ ഒരു മാറ്റവുമില്ല, അതീവ ഗുരുതരാവസ്ഥ എന്ന് തന്നെയാണ് കോലഞ്ചേരിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം പറയുന്നത്. ഈ മെഡിക്കൽ സംഘം കൂടി എത്തി വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കൂ. എന്തായിരിക്കും ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുമുണ്ടോ? തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായ നിലച്ച അവസ്ഥയിലുള്ളപ്പോൾ, സ്വന്തമായി ശ്വാസമെടുക്കാനാകാത്ത സ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു ചലനവുമില്ലാത്ത ശരീരവുമായി കുട്ടി ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങളോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ എന്തായിരിക്കും മെഡിക്കൽ സംഘം ഇനി പറയുക എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഒരു നിർണായകമായ വാർത്ത. ഏതായാലും പ്രാർത്ഥനയാണ്, കേരളം മുഴുവൻ പ്രാർത്ഥനയിലാണ്. ആ കുരുന്ന ജീവൻ തിരിച്ചു കിട്ടാനുള്ള പ്രാർത്ഥനയിലാണ് ഡോക്ടർമാരും നഴ്സുമാരും കേരളത്തിലെ ഓരോ ജനങ്ങളും.